ഹായ് ഹലോ പേൾടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു കാർ പോർച്ചിൻ്റെ സീലിങ്ങിൻ്റെ വർക്കായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് നേരത്തെ വേറെ ആരോ വന്ന് ചെയ്തിട്ട് പോയതിന് ശേഷം ഇതെല്ലാം പൊളിഞ്ഞ് താഴെ വീണ്, അങ്ങനെയാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ ചെയ്തവരെന്ന് പറയുന്നത് ഈ ഇരുമ്പിൻ്റെ പട്ടയ്ക്കകത്ത് തന്നെ ഒരു ഷീറ്റ് വെച്ച് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ അതങ്ങനെ ചെയ്താൽ ഒരിക്കലും അത് ഇരിക്കത്തില്ല. അതുപോലെ തന്നെ അവരിത് പ്രത്യേകിച്ച് ചെയ്യുന്ന പറഞ്ഞാൽ സിലിക്കോൺ അടിക്കാതാണ് ഷീറ്റ് വെച്ച് സ്ക്രൂ ചെയ്തത്. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ ചെറിയ ബെൻഡുള്ളതുകൊണ്ട് ഇത് മേലിൽ നിന്ന് ചൂടടിക്കുമ്പോഴത്തേന് ഈ ഷീറ്റ് ബെൻഡായിട്ട് അതങ്ങനെ ഫുള്ള് പൊളിഞ്ഞ് താഴെ വീണ്. അങ്ങനെ ക്ലയൻറ്റ് നമ്മളെ വിളിച്ചിട്ട് ഇതുവരെ സംഭവം പറഞ്ഞ് നേരത്തെ ചെയ്ത് ഇങ്ങനെ പൊളിഞ്ഞ് വീണു, അപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ പറഞ്ഞത് വീണ്ടും പണിയാണ്, ഷീറ്റൊക്കെ എടുക്കേണ്ടി വരും, കാരണം താഴെ വീണ് ഒരുപാട് ഷീറ്റ് ഡാമേജ് ആയി പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ് പുതിയ ഷീറ്റൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നമുക്കത് ഫിനിഷാക്കി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഇരുമ്പ് പൊട്ടയ്ക്കകത്ത് തന്നെ നമ്മുടെ അലൂമിനിയം സ്ക്വയർ പൈപ്പ് 1.5 വെച്ച് സ്ക്രൂ ചെയ്തിട്ട് അതിനകത്താണ് സിലിക്കോൺ അടിച്ചാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ സീലിംഗ് നിൽക്കത്തുള്ളൂ. കാരണം മേളിൽ ഷീറ്റ് ആയതുകൊണ്ട് ചൂടടിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഷീറ്റ് ബെൻഡായിട്ട് നമ്മുടെ സ്ക്രൂവിൽ മാത്രം നിൽക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എവിടെ സീലിംഗ് ചെയ്താലും നമ്മൾ സിലിക്കോൺ അടിച്ചതിന് ശേഷമേ നമ്മളിത് ഷീറ്റ് പാനൽ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ഈ കാർപോർട്ട് സീലിങ്ങിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. ബൈ.